സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച ഇന്ന്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നുവെന്ന കേരളത്തിന്റെ ഹർജിയാണ് സമവായ ചർച്ചയ്ക്ക് വാതിൽ തുറന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ കെ. ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. PF അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുകയാണെന്നും തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നുമാണ് കേരളത്തിന്റെ വാദം. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെടും. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. മുൻപെടുത്ത കടം ഇപ്പോൾ കണക്കാക്കി പരിധി വെട്ടിക്കുറയ്ക്കുന്നത് അനുചിതമാണെന്ന് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടും. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. മന്ത്രിമാരും ഇടത് MLA-മാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടത്തിയതിനു പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഇടപെടൽ ഉണ്ടായത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ കേരളത്തിന് മാത്രം ഇളവ് അനുവദിച്ചാൽ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ആശങ്ക. അതിനാൽ ചർച്ചകളിൽ എത്രത്തോളം ഇളവ് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ചർച്ചയുടെ പുരോഗതി അറിയിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.